നമസ്കാരം. പ്രധാന വാർത്തകൾ. പെരിന്തൽമണ്ണ KSRTC ഡിപ്പോയിൽ വൻ വികസനത്തിന് വഴിയൊരുങ്ങുന്നു. സ്വകാര്യ പങ്കാളിത്തത്തോടെ ബഹുമുഖ പദ്ധതികൾ നടപ്പാക്കും. തീരുമാനം നജീബ് കാന്തപുരം MLA ആവശ്യപ്പെട്ടതിനെ തുടർന്ന് മന്ത്രി KB ഗണേഷ് കുമാർ വിളിച്ച ഉന്നതതല യോഗത്തിൽ. സംസ്ഥാനത്ത് റേഷൻ വ്യാപാരികൾ സമരത്തിലേക്ക്. വേതന വർധനവ് ഉൾപ്പെടെ ആവശ്യപ്പെട്ട് ജൂലൈ 8, 9 തീയതികളിൽ കടകളടച്ച് രാപ്പകൽ സമരം നടത്തും. ഓൾ കേരള റീറ്റെയിൽ റേഷൻ ഡീലേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിലാണ് സമരം. അങ്ങാടിപ്പുറത്തെ ഗതാഗതക്കുരുക്ക്. പ്രതിഷേധം ശക്തമാകുന്നു. പ്രശ്നപരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് വ്യാപാരികൾ വായ്മൂടിക്കെട്ടി നിൽപ്പ് സമരം നടത്തി. പെരിന്തൽമണ്ണ ജൂബിലി ബൈപ്പാസ് റോഡിലും യാത്ര ദുരിതപൂർണം. മലപ്പുറം മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റും ജില്ലാ പഞ്ചായത്ത് അംഗവുമായ AP ഉണ്ണികൃഷ്ണൻ അന്തരിച്ചു. ദളിത് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറിയായിരുന്നു AP ഉണ്ണികൃഷ്ണൻ. നഷ്ടമായത് മികച്ച സംഘാടകനെയും പ്രാസംഗികനെയും. വിശദമായ റിപ്പോർട്ടുകളിലേക്ക്. പെരിന്തൽമണ്ണ KSRTC ഡിപ്പോ വികസനത്തിന് പദ്ധതി ഒരുങ്ങുന്നു. സ്വകാര്യ പങ്കാളിത്തത്തോടെ ബഹുമുഖ പദ്ധതി നടപ്പാക്കാൻ തീരുമാനിച്ചു. നജീബ് കാന്തപുരം MLA ആവശ്യപ്പെട്ടതിനെ തുടർന്ന് തിരുവനന്തപുരത്ത് മന്ത്രി KB ഗണേഷ് കുമാർ വിളിച്ചു ചേർത്ത ഉന്നത ഉദ്യോഗസ്ഥരുടെ യോഗത്തിൽ പദ്ധതി സംബന്ധിച്ച് ചർച്ച ചെയ്തു. പെരിന്തൽമണ്ണ KSRTC ഡിപ്പോ വികസനത്തിന് പദ്ധതി തയ്യാറാക്കും. സ്വകാര്യ പങ്കാളിത്തത്തോടെ ബഹുമുഖ പദ്ധതികൾ നടപ്പാക്കാൻ തിരുവനന്തപുരത്ത് ഗതാഗത വകുപ്പ് മന്ത്രി KB ഗണേഷ് കുമാറിന്റെ സാന്നിധ്യത്തിൽ ചേർന്ന ഉന്നത ഉദ്യോഗസ്ഥരുടെ യോഗത്തിൽ തീരുമാനിച്ചു. നജീബ് കാന്തപുരം MLA ആവശ്യപ്പെട്ടതിനെ തുടർന്നാണ് മന്ത്രി ഉന്നത ഉദ്യോഗസ്ഥരുടെ യോഗം വിളിച്ചു ചേർത്തത്. ലബോറട്ടറി, ഫാർമസി ഉൾപ്പെടെയുള്ള ക്ലിനിക്ക്, ഡോർമിറ്ററി, ഹോട്ടൽ, ഫുഡ് കോർട്ട്, ഷോപ്പിംഗ് മാൾ എന്നിവ പദ്ധതിയുടെ ഭാഗമായി കൊണ്ടുവരാനാണ് ഉദ്ദേശിക്കുന്നത്. ബസ് ടെർമിനൽ, വെയിറ്റിംഗ് ഏരിയ, സ്റ്റാഫ് റൂം, ഓഫീസ്, വർക്ക്ഷോപ്പ് എന്നിവയുടെ നവീകരണവും ഇതോടൊപ്പം യാഥാർത്ഥ്യമാക്കും. സ്വകാര്യ പങ്കാളിത്തത്തോടെ പദ്ധതി നടപ്പാക്കാനാണ് തീരുമാനം. KSRTCയുടെ ഉടമസ്ഥതയിലുള്ള 2.28 ഏക്കർ ഭൂമി പാട്ട വ്യവസ്ഥയിൽ നൽകിക്കൊണ്ടാണ് പദ്ധതി നടപ്പാക്കുക. KSRTC ഡിപ്പോ നവീകരണത്തോടൊപ്പം കൂടുതൽ വരുമാനവും ഉണ്ടാക്കിയെടുക്കുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം. പദ്ധതി നടപ്പാക്കുന്നതിന്റെ മുന്നോടിയായി പെരിന്തൽമണ്ണയിൽ ജനപ്രതിനിധികൾ, സാമൂഹ്യ രാഷ്ട്രീയ കക്ഷി നേതാക്കൾ, ഉദ്യോഗസ്ഥർ തുടങ്ങിയവരുടെ യോഗം വിളിച്ചു ചേർക്കും. ബസ് സർവീസുകൾ ഇല്ലാത്ത ഗ്രാമീണ പ്രദേശങ്ങളിലേക്ക് സ്വകാര്യ ബസ് സർവീസുകൾ ആരംഭിക്കുന്നതിന് KSRTC റൂട്ട് ഫോർമുലേഷൻ പദ്ധതി തയ്യാറാക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ബസ് സർവീസുകളില്ലാത്ത ഗ്രാമീണ പ്രദേശങ്ങളിലേക്ക് സർവീസുകൾ ആരംഭിക്കുന്നതിന് KSRTC റൂട്ട് ഫോർമുലേഷൻ പദ്ധതി നടപ്പാക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഗതാഗത വകുപ്പ് മന്ത്രിയുടെ ചേംബറിൽ ചേർന്ന യോഗത്തിൽ നജീബ് കാന്തപുരം MLA, KSRTC MD പ്രമോദ് ശങ്കർ, എക്സിക്യൂട്ടീവ് ഡയറക്ടർമാരായ ഷറാഫ് മുഹമ്മദ്, GP പ്രദീപ് കുമാർ, ജനറൽ മാനേജർമാരായ ജോഷോ ബെന്നറ്റ് ജോൺ, സരിൻ SS തുടങ്ങിയവർ പങ്കെടുത്തു. കടമ്പഴിപ്പുറത്ത് 2 പേർക്ക് വെട്ടേറ്റ സംഭവത്തിൽ ഒരാൾ പിടിയിൽ. കോങ്ങാട് പെരിങ്ങോട് പ്ലാച്ചിക്കാട്ടിൽ ഗോകുലിനെയാണ് ശ്രീകൃഷ്ണപുരം പോലീസ് അറസ്റ്റ് ചെയ്തത്. വ്യാഴാഴ്ച പുലർച്ചെ 3:30 കടമ്പഴിപ്പുറം ബാർ ജംഗ്ഷനിൽ വേങ്ങശ്ശേരി റോഡിൽ വെച്ചാണ് കടമ്പഴിപ്പുറം നരിയമ്പാടം ഇലിയക്കോട്ടിൽ പ്രസാദ്, സുഹൃത്ത് കുളക്കാട്ടുകുറിശി കണ്ടത്തിൽ ടോണി എന്നിവർക്ക് വെട്ടേറ്റത്. പുലർച്ചെ വേട്ടക്കര റോഡിൽ വാടകയ്ക്ക് താമസിക്കുന്ന പൂവത്തുംകുഴിയിൽ കുളക്കാട്ടുകുറിശി സ്റ്റെനോ എന്നയാളുടെ വീട്ടിലേക്ക് ഒരു സംഘം ആളുകൾ വന്ന് വാതിലിൽ മുട്ടുകയും വാതിൽ തുറക്കാതെയായപ്പോൾ തിരിച്ചു പോവുകയും ചെയ്തു. ആളുകൾ അന്വേഷിച്ചു വന്ന വിവരം സ്റ്റെനോയുടെ കസിൻ ടോണിയോടും സുഹൃത്ത് പ്രസാദിനോടും പറയുകയും അവർ സ്റ്റെനോയുടെ വീട്ടിലേക്ക് ഈ വിവരത്തെക്കുറിച്ച് അന്വേഷിക്കുന്നതിന് സ്കൂട്ടറിൽ വരുന്ന വഴിക്കാണ് സംഭവം. തിരിച്ചു വന്ന സംഘം ഇവരെ വഴിയിൽ വെച്ച് വെട്ടിപ്പരിക്കേൽപ്പിക്കുകയാണ് ഉണ്ടായത്. സംഭവത്തിൽ കോങ്ങാട് പെരിങ്ങോട് പ്ലാച്ചിക്കാട്ടിൽ ഗോകുലിനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. ഗോകുൽ മാസങ്ങൾക്ക് മുൻപ് സ്വർണ്ണ വ്യാപാരിയെ മുളക് പൊടിയെറിഞ്ഞ് കവർച്ച നടത്തിയ കേസിൽ പ്രതിയായിരുന്നു. മുൻവൈരാഗ്യമാണ് അക്രമത്തിന് കാരണമെന്നും മറ്റു പ്രതികളെയും ഉടൻ പിടികൂടുമെന്നും പോലീസ് പറഞ്ഞു. ഒട്ടേറെ മോഷണ കേസുകളിൽ ഉൾപ്പെട്ട മലപ്പുറം സ്വദേശിയെ ഷൊർണൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. കരുവാരക്കുണ്ട് ചെന്മല ബഷീറാണ് അറസ്റ്റിലായത്. ഷൊർണൂർ പട്ടാമ്പി പോലീസ് സ്റ്റേഷൻ പരിധികളിൽ മോഷണ കേസുകളിൽ ഉൾപ്പെട്ടയാളാണ് പ്രതി. ഒറ്റപ്പാലം കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഓൾ കേരള റീറ്റെയിൽ റേഷൻ ഡീലേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ സംസ്ഥാന വ്യാപകമായി ജൂലൈ 8, 9 തീയതികളിൽ റേഷൻ വ്യാപാരികൾ കടകളടച്ച് രാപ്പകൽ സമരം നടത്തും. സമരത്തോടനുബന്ധിച്ച് ജില്ലാ സംയുക്ത സമരസമിതിയുടെ നേതൃത്വത്തിൽ ശനിയാഴ്ച വിളംബര ജാഥ സംഘടിപ്പിക്കുമെന്ന് അസോസിയേഷൻ ഭാരവാഹികൾ ഒറ്റപ്പാലത്ത് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. റേഷൻ വ്യാപാരികളുടെ വേതന പാക്കേജ് പരിഷ്കരിക്കുക, കേന്ദ്ര ഗവൺമെന്റിന്റെ അവഗണന അവസാനിപ്പിക്കുക, KTPDS ആക്ടിലെ അപാകതകൾ പരിഹരിക്കുക, റേഷൻ വ്യാപാരി ക്ഷേമനിധി കാര്യക്ഷമമാക്കുക, കോടതി വിധി നടപ്പിലാക്കി റേഷൻ വ്യാപാരികളുടെ കിറ്റ് കമ്മീഷൻ നൽകുക,
തുടങ്ങിയ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഓൾ കേരള റീറ്റെയിൽ റേഷൻ ഡീലേഴ്സ് അസോസിയേഷൻ ജൂലൈ 8-9 തീയതികളിൽ കടകൾ അടച്ച് രാപ്പകൽ സമരം സംഘടിപ്പിക്കുന്നത്. 6-7 തീയതികളിൽ റേഷൻ കടകൾക്ക് സർക്കാർ അവധി ആയതിനാൽ തുടർച്ചയായ 4 ദിവസങ്ങളിൽ സംസ്ഥാന വ്യാപകമായി റേഷൻ കടകൾ തുറന്നു പ്രവർത്തിക്കില്ലെന്നും ഭാരവാഹികൾ അറിയിച്ചു. രാപ്പകൽ സമരത്തോടനുബന്ധിച്ച് ശനിയാഴ്ച പാലക്കാട് ജില്ലാ സംയുക്ത സമരസമിതിയുടെ നേതൃത്വത്തിൽ ഹെഡ് പോസ്റ്റ് ഓഫീസിൽ നിന്നും വിളംബര ജാഥ ആരംഭിച്ച് കളക്ടറേറ്റിന് മുന്നിൽ സമാപിക്കുമെന്ന് അസോസിയേഷൻ താലൂക്ക് പ്രസിഡന്റ് MH അബ്ദുൽ നസീർ പറഞ്ഞു. സംയുക്തമായിട്ടുള്ള ഒരു സമരമാണ് ഈ ജൂലൈ 8-9 തീയതികളിലായിട്ട് നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത്. തിരുവനന്തപുരം പാളയം രക്തസാക്ഷി മണ്ഡപത്തിലാണ് സമരം നടത്തുന്നത്. അതിന് മുന്നോടിയായി 2 മേഖലാ യോഗങ്ങൾ സംസ്ഥാനത്ത് നടന്നു. 1-ാം തീയതി, നാളെ 6-ാം തീയതി ജില്ല കേന്ദ്രീകരിച്ച് വിളംബര ജാഥയും നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. നമ്മുടെ പാലക്കാടാണ് വിളംബര ജാഥ നാളെ നടത്തുന്നത്. അതേപോലെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ റേഷൻ വിതരണത്തിലുള്ള റേഷൻ വിഹിതം വെട്ടിക്കുറക്കുന്നതിനെതിരെ കേന്ദ്ര ഗവൺമെൻറ്റിനെതിരെയും ഉള്ള സമരങ്ങൾ ഡൽഹിയിലായാലും നടത്താറുണ്ട്. അതുപോലെ ഈ സമരത്തിലും കേന്ദ്ര ഗവൺമെൻറ്റിനെതിരെയുള്ള സമരങ്ങളുണ്ട്. KTPDS ആക്ട് അപാകതകളുണ്ട്. റേഷൻ വ്യാപാരികൾക്ക് ഒരുപാട് പ്രശ്നങ്ങൾ വരുത്തുന്ന ഒരു ആക്ടാണത്. അപ്പം അത് അപാകതകൾ പരിഹരിക്കണം എന്നുള്ളൊരു വിഷയമുണ്ട് അതിൽ. ഒറ്റപ്പാലത്ത് വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ താലൂക്ക് സെക്രട്ടറി PA സേതുരാജ്, K ജനാർദ്ദനൻ, V മണികണ്ഠൻ തുടങ്ങിയവരും പങ്കെടുത്തു. മലപ്പുറം മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റും ജില്ലാ പഞ്ചായത്ത് അംഗവുമായ AP ഉണ്ണികൃഷ്ണൻ അന്തരിച്ചു. അർബുദ രോഗത്തെ തുടർന്ന് ചികിത്സയിലായിരുന്നു. പരപ്പനങ്ങാടി പാലിയേറ്റീവ് കേന്ദ്രത്തിൽ വെച്ചാണ് അന്ത്യം സംഭവിച്ചത്. പാണക്കാട് കുടുംബത്തോട് ഏറ്റവും അടുത്ത ബന്ധം കാത്തു സൂക്ഷിച്ചിരുന്ന വ്യക്തിയായിരുന്നു അദ്ദേഹം. ജീവിതത്തിൽ എളിമയും വിനയവും പാണക്കാട് കുടുംബത്തോട് ഏറെ അടുപ്പവും കാത്തുസൂക്ഷിച്ച ജനനേതാവ് യാത്രയായി. വെള്ളിയാഴ്ച ഉച്ചയോടെ പരപ്പനങ്ങാടി പാലിയേറ്റീവ് കേന്ദ്രത്തിൽ വെച്ചാണ് അന്ത്യം സംഭവിച്ചത്. അർബുദ രോഗത്തെ തുടർന്ന് ചികിത്സയിലായിരുന്നു. കണ്ണമംഗലം എരണിപ്പടി സ്വദേശിയാണ് AP ഉണ്ണികൃഷ്ണൻ. നന്നമ്പ്ര ഡിവിഷനിൽ നിന്നും മത്സരിച്ച് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായ അദ്ദേഹം ദീർഘകാലമായി ദളിത് ലീഗിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയായിരുന്നു. മുസ്ലിം ലീഗ് ജില്ലാ സെക്രട്ടറിയായി പ്രവർത്തിച്ചു വരികയായിരുന്നു. ഒതുക്കുങ്ങൽ ജില്ലാ പഞ്ചായത്ത് ഡിവിഷൻ അംഗമാണ്. ഇദ്ദേഹത്തിന് 3 മക്കളുണ്ട്. AP ഉണ്ണികൃഷ്ണന്റെ വിടവാങ്ങലിലൂടെ മികച്ച സംഘാടകനെയും പ്രാസംഗികനെയുമാണ് നഷ്ടമായത്. കോഴിക്കോട് പാലക്കാട് ദേശീയപാതയിൽ അങ്ങാടിപ്പുറത്തെ ഗതാഗതക്കുരുക്ക് പ്രശ്നത്തിൽ പ്രതിഷേധം ശക്തമാകുന്നു. രൂക്ഷമായ ഗതാഗതക്കുരുക്കിന് പരിഹാരം കാണണമെന്ന് ആവശ്യപ്പെട്ട് വ്യാപാരികൾ അങ്ങാടിപ്പുറത്ത് മൂടിക്കെട്ടി നിൽപ്പ് സമരം നടത്തി. അങ്ങാടിപ്പുറത്തെ രൂക്ഷമായ ഗതാഗതക്കുരുക്ക് പരിഹരിക്കാത്തതിൽ പ്രതിഷേധിച്ച് വ്യാപാരി വ്യവസായി ഏകോപന സമിതി അങ്ങാടിപ്പുറ യൂണിറ്റ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് മൂടിക്കെട്ടി നിൽപ്പ് സമരം സംഘടിപ്പിച്ചത്. യൂണിറ്റ് പ്രസിഡന്റ് V ജബ്ബാർ സമരം ഉദ്ഘാടനം ചെയ്തു. സെക്രട്ടറി P അബ്ദുൽ ലത്തീഫ്, ട്രഷറർ മുഹമ്മദ് അഷ്റഫ്, PK സക്കീർ ഹുസൈൻ, PJ ആന്റണി, ബഷീർ, റഷീദ് അലി, CT ജാഫർ അലി തുടങ്ങിയവർ സംസാരിച്ചു. ഇല്യാസ് ബാബു, യൂസഫ് മുഹമ്മദ്, KP ഉണ്ണികൃഷ്ണൻ, പവിത്രൻ, K അയ്യപ്പൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. അങ്ങാടിപ്പുറത്തെ രൂക്ഷമായ ഗതാഗതക്കുരുക്ക് പരിഹരിക്കാൻ വൈലോങ്ങര ഓരോടംപാലം ബൈപ്പാസ് റോഡ് നിർമ്മാണം വേഗത്തിൽ പൂർത്തിയാക്കണമെന്നും നിർദ്ദിഷ്ട ഓരോടംപാലം മാനത്തുമംഗലം ബൈപ്പാസ് റോഡ് പദ്ധതി നടപടികൾ വേഗത്തിലാക്കണമെന്നും അങ്ങാടിപ്പുറത്തെ വ്യാപാരി വ്യവസായി സമിതി നേതാക്കൾ ആവശ്യപ്പെട്ടു. പെരിന്തൽമണ്ണ ജൂബിലി റോഡിൽ രൂപാന്തരപ്പെട്ട കുഴികൾ വാഹനങ്ങൾക്ക് അപകട ഭീഷണിയാകുന്നു. ഈ റോഡിൽ ദിവസവും വാഹനാപകടങ്ങൾ പതിവാണ്. റോഡിലെ കുണ്ടും കുഴികളും പരിഹരിക്കാൻ അധികൃതർ തയ്യാറായിട്ടില്ല. പെരിന്തൽമണ്ണ നഗരത്തിൽ പട്ടാമ്പി റോഡിനെയും കോഴിക്കോട് റോഡിനെയും ബന്ധിപ്പിക്കുന്ന ജൂബിലി റോഡിലാണ് വലിയ കുഴികൾ രൂപപ്പെട്ടിട്ടുള്ളത്. റോഡിന്റെ പല ഭാഗങ്ങളിലായുള്ള വലിയ കുഴികൾ വാഹനങ്ങൾക്ക് ഭീഷണിയാണ്. കുഴികളിൽ വാഹനങ്ങൾ അകപ്പെടുന്നതും വാഹനങ്ങൾ തകരാറിലാകുന്നതും നിത്യസംഭവമാണ്.
ദിവസവും ഇവിടെ വാഹനാപകടങ്ങളും വർദ്ധിച്ചു. എന്നിട്ടും കുഴികളടയ്ക്കാനും റോഡ് ഗതാഗത യോഗ്യമാക്കാനും അധികൃതർ തയ്യാറായിട്ടില്ല. ഈ ഒരു പ്രയാസം ഇവിടെ കുറച്ച് നാളുകളായിട്ടുണ്ട്. ഇടവിട്ട് ഇത് അധികാരികൾ ഒന്ന് വളരെ ഗൗരവത്തിലെടുക്കണം എന്നാണ് പറയാനുള്ളത്. ഇനി നേരാക്കിയിട്ടില്ല, എന്താ ചെയ്യുക? ഇതിങ്ങനെ കുഴി ചാടുക, രാത്രിയൊക്കെ വന്നാൽ പരിചയമില്ലാത്ത ആൾക്കാർ വന്നാലും കുഴി ചാടുകയാണ്. വല്ലാത്തൊരു ബുദ്ധിമുട്ട് തന്നെയാണ്. പെട്ടെന്ന് ഇപ്പോൾ നമ്മളിവിടെ അറിയുന്ന ആൾക്കാരാകൊണ്ട് മുന്നേ പോയിരുന്നു, അല്ലാത്തവർ വന്നാൽ കുഴി ചാടുക, അപകടങ്ങൾ ഒരുപാട് ഇവിടെ സംഭവിക്കുന്നുണ്ട്. ഇത്ര ദിവസമായിട്ടും ഇതൊരു ഇതില്ല. ഈ ജൂബിലി റോഡ് എന്ന് പറയുന്നത് മർമ്മപ്രധാനമായിട്ടുള്ള റോഡാണ്. ഇതിലൂടെയാണ് ഏറ്റവും കൂടുതൽ വാഹനങ്ങൾ പോകുന്നത്. ടൗൺ ടച്ച് ചെയ്യാതെ പോകാനുള്ള ഏറ്റവും വലിയ ഒരു ബൈപ്പാസ് റോഡുമായിരിക്കാണ് ഇത് ഉപയോഗിക്കപ്പെടുന്നത്. പക്ഷേ കുറച്ച് കാലങ്ങളായിട്ട് ഈ റോഡ് വളരെ ശോചനീയാവസ്ഥയിലാണ്. കാരണം എന്താ വെച്ചാൽ നിത്യേന വരുന്ന അപകടങ്ങൾ, ഇപ്പോൾ ബൈക്ക് യാത്രികർ ഒരു മഴ എന്തെങ്കിലും പെയ്തു കഴിഞ്ഞാൽ അതിൽ വെള്ളക്കെട്ട് വന്നു കഴിഞ്ഞാൽ അതിൽ വന്ന് ചാടി അപകടങ്ങളുണ്ടാകുന്നത് നിത്യസംഭവം എന്ന് പറയുന്ന രീതിയിൽ നടക്കുന്ന ഒരു പ്രദേശമാണിത്. ആയിരക്കണക്കിന് വാഹനങ്ങളാണ് ദിവസവും ഈ റോഡിലൂടെ പോകുന്നത്. നേരത്തെ പൊതുമരാമത്ത് വകുപ്പിൻ്റെ റോഡായിരുന്നു ഇത്. പിന്നീട് നഗരസഭ റോഡ് ഏറ്റെടുത്തു. പെരിന്തൽമണ്ണയിലെ പുതിയ ബസ് സ്റ്റാൻഡിലേക്ക് ബസ്സുകൾ പോകുന്നതും വരുന്നതുമായ പാത കൂടിയാണിത്. നഗരത്തിലെ ഗതാഗതക്കുരുക്കിൽപ്പെടാതെ യാത്രക്കാർ ഈ റോഡ് ഉപയോഗിക്കുന്നുണ്ട്. മഴ പെയ്താൽ റോഡിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വെള്ളക്കെട്ടുണ്ടാവും. റോഡിൻ്റെ ഇരുവശങ്ങളിലും അഴുക്കുചാലില്ലാത്തതും അഴുക്കുചാലുള്ള ഭാഗങ്ങളിൽ അവ അടഞ്ഞതും വെള്ളക്കെട്ടുണ്ടാകുന്നതും റോഡിൻ്റെ തകർച്ചയ്ക്ക് കാരണമാകുന്നുണ്ട്. റോഡിലെ കുഴികളിൽപ്പെട്ട വാഹനാപകടങ്ങളിൽ പരിക്കേറ്റവരെ സമീപത്തുള്ളവർ ഓടിയെത്തി രക്ഷപ്പെടുത്തിയ എത്രയോ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഈ ഭാഗത്ത് ഒരു മഴ പെയ്തു കഴിഞ്ഞാൽ ഈ ജൂബിലി റോഡിൻ്റെ ഈ കുഴികളൊന്നും വരുന്ന വാഹനങ്ങൾ കാണാതാകുകയും അതിലൊരു ചെന്ന് പെടുകയും ചെയ്യുന്നത് ഞങ്ങൾ നിത്യസംഭവമാണ്. ഇപ്പോൾ കഴിഞ്ഞ മിഞ്ഞാന്ന് ഇതേമാതിരി ഒരു ലേഡി അതിൽ ചാടി അതിൻ്റെ കൈമുട്ടും കാര്യങ്ങളൊക്കെ പൊട്ടി വീണിട്ട് ഞങ്ങൾ ഈ രാമദാസ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയതൊക്കെ ഞങ്ങൾ നിത്യസംഭവമായിട്ട് കാണുന്നതാണ്. ഞങ്ങൾ ഇതിൻ്റെ പരിസരത്ത് എപ്പോഴും അപകടം പതിവായി ഇരിക്കുന്നതാണ്. ഇതിന് തക്കതായൊരു പ്രതിനിധി നമ്മളെ പെരിന്തൽമണ്ണ മുനിസിപ്പാലിറ്റി കാണണം. കാരണം പെരിന്തൽമണ്ണ പട്ടാമ്പി റോഡിൻ്റെ അങ്ങേ മുതൽ ഈ ഗ്യാസ് പ്ലാന്റിൻ്റെ വരെയും റോഡ് വളരെ ശോചനീയാവസ്ഥയാണ്. റോഡിൻ്റെ ചില ഭാഗങ്ങളിൽ പതിപ്പിച്ച ഇന്റർലോക്ക് കട്ടകൾ തകരാറിലായിട്ടുണ്ട്. റോഡിൽ ഇന്റർലോക്ക് കട്ടകൾ പതിച്ച ഭാഗത്ത് അശാസ്ത്രീയമായി ഇട്ടിട്ടുള്ള ചെറിയ ഹമ്പുകളും വാഹനങ്ങൾക്ക് തടസ്സമാണ്. നഗരത്തിലെ ഈ പ്രധാന ബൈപ്പാസ് റോഡിൻ്റെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്നാണ് ഈ വാർത്തയിലൂടെ അധികാരികളോട് ആവശ്യപ്പെടാനുള്ളത്. ഇടവേള. വാർത്തകൾ തുടരുന്നു. മണ്ണാർക്കാട് കഴിഞ്ഞ ദിവസം നടന്നത് വൻ കഞ്ചാവ് വേട്ട. 40 കിലോയിലധികം കഞ്ചാവാണ് രഹസ്യവിവരത്തെ തുടർന്ന് പോലീസ് പിടികൂടിയത്. സംഭവത്തിൽ ഉമ്മനഴി കിഴക്കേക്കര അബ്ദുൾ ഗഫാറിനെ അറസ്റ്റ് ചെയ്തു. മണ്ണാർക്കാട് പള്ളിക്കുന്നിലെ സഹോദരിയുടെ വീട്ടിൽ നിന്നാണ് കഞ്ചാവ് പിടിച്ചെടുത്തത്. മണ്ണാർക്കാട് മേഖലയിൽ വിൽപ്പനയ്ക്കായി കൊണ്ടുവന്നതായിരുന്നു. ജില്ലാ പോലീസ് മേധാവിക്ക് ലഭിച്ച രഹസ്യവിവരത്തെ തുടർന്ന് മണ്ണാർക്കാട് ഡിവൈഎസ്പി TS സിനോജിന്റെ നിർദ്ദേശപ്രകാരം മണ്ണാർക്കാട് ഇൻസ്പെക്ടർ ER ബൈജുവിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘവും ജില്ലാ പോലീസ് മേധാവിയുടെ ഡാൻസ് ഓഫ് അംഗങ്ങളും ചേർന്നാണ് പ്രതിയെ പിടികൂടിയത്. തൃക്കടീരി കാരാട്ടുകുറിശി സ്കൂൾ റോഡിന്റെ ശോചനീയാവസ്ഥയിൽ പ്രതിഷേധവുമായി യൂത്ത് കോൺഗ്രസ്. നിരവധി തവണ അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും യാതൊരുവിധ പ്രതികരണവും ഇല്ലാത്ത സാഹചര്യത്തിലാണ് കോൺഗ്രസ് പ്രതിഷേധവുമായി എത്തിയത്. നിങ്ങൾക്കെതിരെ ഉയരുന്നു. തൃക്കടീരി പഞ്ചായത്തിലെ കാരാട്ടുകുറിശി ALP സ്കൂൾ റോഡാണ് തകർന്നു തരിപ്പണമായി കിടക്കുന്നത്. സ്കൂൾ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ നിരവധി ആളുകൾ ദിനേന ആശ്രയിക്കുന്ന പാതയാണ് ഇത്. നിരവധി തവണ ഈ റോഡിന്റെ ശോചനീയാവസ്ഥ അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയെങ്കിലും യാതൊരുവിധ നടപടികളും സ്വീകരിക്കാത്ത സാഹചര്യത്തിലാണ് കാരാട്ടുകുറിശി യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധം സംഘടിപ്പിച്ചത്. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ഷെബീർ നീരാണി പ്രതിഷേധം ഉദ്ഘാടനം ചെയ്തു. ഇവിടെ ഈ കാരാട്ടുകുറിശി സ്കൂളിലേക്ക് ദിവസേന പിഞ്ചു കുട്ടികൾ ഓട്ടോറിക്ഷയിൽ ഉൾപ്പെടെ വളരെ പ്രയാസപ്പെട്ട് യാത്ര ചെയ്തിട്ടാണ് അവർ നിരന്തരം ഇതിലൂടെ കടന്നു പോകുന്നത്. തങ്ങളെ എപ്പോഴും ജയിപ്പിച്ചു വിട്ടാൽ ഞങ്ങൾക്ക് ജനങ്ങളെ മേലെ എന്തും ചെയ്യാനുള്ള ഒരു അധികാരമാണ് എന്നുള്ള ധിക്കാരവും ധാർഷ്ട്യവും അഹംഭാവവുമാണ് ഇവിടുത്തെ CPM-നും ഇടതുപക്ഷത്തിനും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്.
തൃക്കടീരി പഞ്ചായത്തിന്റെ ഈ റോഡിനോടുള്ള അവഗണനക്കെതിരെയാണ് യൂത്ത് കോൺഗ്രസ് പ്രതിഷേധിച്ചിരിക്കുന്നത്. പഞ്ചായത്തിലെ മറ്റു റോഡുകൾ നല്ല റോഡുകളാണ് എന്നല്ല അതിന്റെ അർത്ഥം. തൃക്കടീരി ആറ്റാശ്ശേരി റോഡും തൃക്കടീരി കരിയാമുട്ടി റോഡും മറ്റു പഞ്ചായത്തിലെ പല ഗ്രാമീണ റോഡുകളും ഇതുപോലെ തകർന്ന് തരിപ്പണമായി കിടക്കുകയാണ്. കരിയാമുട്ടിയിലും തൃക്കടീരിയിലും ആറ്റാശ്ശേരിയിലും ഒക്കെ നിരവധി തവണ ഞങ്ങൾ ആവർത്തിച്ചു പറഞ്ഞുവെങ്കിലും അവിടെയൊക്കെ റോഡ് ഇതുപോലെ ദൈനംദിന യാത്ര ചെയ്യുന്ന ആളുകളുടെ റോഡുകൾ വളരെ ശോചനീയ അവസ്ഥയായി കിടക്കുകയാണ്. തകർന്ന് പൊട്ടി. ഇപ്പൊ റോഡ് ഏതാണ്, കുളം ഏതാണ്, തോട് ഏതാണെന്ന് അറിയാത്ത ഒരു സാഹചര്യം. തൃക്കടീരി മണ്ഡലം യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് അലി അടക്കാപ്പുത്തൂർ, മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് KP പ്രകാശൻ, കാരാട്ടുകുറിശി യൂണിറ്റ് പ്രസിഡന്റ് അൻസിൽ തുടങ്ങിയവർ പ്രകടനത്തിന് നേതൃത്വം നൽകി. ഒറ്റപ്പാലം കണ്ണിയമ്പുറം പനമണ്ണ തോട്ടുപാലം തകർച്ചയിൽ നഗരസഭയുടെ അനാസ്ഥ ആരോപിച്ചുകൊണ്ട് BJP ഒറ്റപ്പാലം ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പാലത്തിന് റീത്ത് വെച്ചുകൊണ്ട് പ്രതിഷേധ സമരം സംഘടിപ്പിച്ചു. മണ്ഡലം ജനറൽ സെക്രട്ടറി A. സ്വരൂപ് സമരം ഉദ്ഘാടനം ചെയ്തു. കണ്ണിയമ്പുറം പനമണ്ണ തോട്ടുപാലത്തിന്റെ തകർച്ചയിൽ ഒറ്റപ്പാലം നഗരസഭയുടെ അനാസ്ഥ ആരോപിച്ചുകൊണ്ടാണ് BJP ഒറ്റപ്പാലം ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പാലത്തിൽ റീത്ത് വെച്ചുകൊണ്ട് പ്രതിഷേധ സമരം സംഘടിപ്പിച്ചത്. മണ്ഡലം ജനറൽ സെക്രട്ടറി A. സ്വരൂപ് സമരം ഉദ്ഘാടനം ചെയ്തു. സമരത്തിനു മുമ്പ് തന്നെ സമരം വിജയിച്ചതിന്റെ തെളിവാണ് കഴിഞ്ഞ ദിവസം ചെയർപേഴ്സന്റെ സന്ദർശനവും മറ്റ് നടപടികളെന്നും സ്വരൂപ് പറഞ്ഞു. ഈ സമരം തുടങ്ങുന്നതിന് മുന്നേ തന്നെ വിജയിച്ച ഒരു സമരമാണ്. പാർട്ടി കഴിഞ്ഞ ദിവസം ഇത്തരത്തിൽ ഈ തോട്ടുപാലത്തിന്റെ ശോചനീയാവസ്ഥക്കെതിരെ പാർട്ടി സമരം പ്രഖ്യാപിച്ചു. അതിന്റെ തൊട്ടടുത്ത ദിവസം ഇതുവരെ കേട്ടുകേൾവിയില്ലാത്ത പോലെ മുനിസിപ്പാലിറ്റിയുടെ മുഴുവൻ മുനിസിപ്പാലിറ്റിയും ഇവിടെ വന്നിട്ട് പാലം അപകടത്തിലാണ്, ബോർഡ് വെക്കുക, കാട് വെട്ടുക, അങ്ങനെ അവരുടെ ഇതിലുള്ള ഒരു നാടകം ഇന്നലെ അവരിവിടെ നടത്തുകയുണ്ടായി. ഈ നാടകം എന്തിനാണ് ഇവിടെ നടത്തിയത് എന്നാണ് ഭാരതീയ ജനതാ പാർട്ടിക്ക് അവരോട് ചോദിക്കാനുള്ളത്. അനവധി വാഹനങ്ങൾ, ബസ്സുകൾ, സ്കൂൾ കുട്ടികൾ, അതുപോലെ നിരവധി ആളുകൾക്ക് യാത്രയ്ക്ക് വേണ്ടി ഏകമാർഗമായ പനമണ്ണയിൽ നിന്നും ഇങ്ങോട്ട് വരെ, പനമണ്ണയ്ക്ക് മാത്രമല്ല ഇവിടുന്ന് ചെർപ്പളശ്ശേരിക്ക് വരെ ആളുകൾ ഈ റോഡാണ് ഉപയോഗിക്കുന്നത്. അരി ഗോഡൌണിലേക്കുള്ള വാഹനങ്ങൾ, ടണ്ണ് കണക്കിന് ഭാരം കയറ്റിയിട്ടുള്ള വാഹനങ്ങൾ ഈ റോഡിലൂടെയാണ് കടന്നു പോകുന്നത്. ഈ റോഡിന്റെ, ഈ പാലത്തിന്റെ തകർച്ച ഭാരതീയ ജനതാ പാർട്ടി കാലങ്ങളായി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇത് ഈ പാലം അപകടത്തിലാണ്, ഇവിടെ ഏത് നിമിഷവും അപകടങ്ങൾ സംഭവിക്കാം, ഓരോ ദിവസവും ഇവിടെ വാഹനങ്ങൾ വന്നിട്ട് അപകടങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഭാരതീയ ജനതാ പാർട്ടി ഇത്തരത്തിലുള്ള ഒരു സമരം ഇവിടെ പ്രഖ്യാപിച്ചത്. ഒറ്റപ്പാലം ഏരിയ പ്രസിഡന്റ് സുരേഷ് കോണിക്കൽ അധ്യക്ഷനായി. മണ്ഡലം ജനറൽ സെക്രട്ടറി C. സുമേഷ്, ഏരിയ ജനറൽ സെക്രട്ടറി CR രാജേഷ്, കൗൺസിലർമാരായ C. സജിത്ത്, P. സഞ്ജുമോൻ, മറ്റ് നേതാക്കൾ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു. യുവതികൾക്ക് സ്വയം തൊഴിൽ പരിശീലനം നൽകി ജില്ലാ പഞ്ചായത്ത് അംഗം ഗഫൂർ കോൽക്കളത്തിൽ. നിർധന കുടുംബങ്ങളുടെ സാമ്പത്തികവും സാമൂഹികവുമായ പുരോഗതി ലക്ഷ്യമാക്കിയാണ് ഫാമിലി എംപവർമെന്റ് മിഷൻ എന്ന പേരിൽ പരിശീലനം ആരംഭിച്ചത്. കേന്ദ്ര നൈപുണ്യ വികസന മന്ത്രാലയത്തിന്റെ സഹകരണത്തോടെയാണ് യുവതികൾക്ക് വിവിധ സ്വയം തൊഴിലുകളിൽ പരിശീലനം നൽകിയത്. കഴിഞ്ഞ വർഷം ജൂലൈയിലാണ് പരിശീലനം ആരംഭിച്ചത്. വിവിധ ബാച്ചുകളിലായി 120 യുവതികൾക്ക് ബാഗ് നിർമ്മാണം, ആഭരണ നിർമ്മാണം, ടൈലറിംഗ്, എംബ്രോയിഡിംഗ് തുടങ്ങിയ സ്വയം തൊഴിലുകളിൽ പരിശീലനം നൽകി. പദ്ധതിയുടെ 1ാമത് കോൺവൊക്കേഷൻ കുമരംപുത്തൂർ കമ്മ്യൂണിറ്റി ഹാളിൽ നടന്നു. ജില്ലാ പഞ്ചായത്ത് അംഗം ഗഫൂർ കോൽക്കളത്തിൽ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. രാവിലെ 5 മണി മുതൽ രാത്രി 11 മണി വരെയും ജോലി ചെയ്യുന്ന, ജോലിയില്ലാത്ത തൊഴിൽ ചെയ്യുന്നവർ ആരാണ് നമ്മുടെ സമൂഹത്തിൽ എന്ന് ചോദിച്ചാൽ അത് കുടുംബിനികളാണ്, വനിതകളാണ്, ഹൗസ് വൈഫ് എന്ന് പരിചയപ്പെടുന്ന വനിതകളാണ്. ആ വനിതകൾ അവർ കൂലിയുള്ള തൊഴിലാളികളായി, വരുമാനമുള്ള തൊഴിലാളികളായി മാറിയാൽ മാത്രമേ നമ്മുടെ കുടുംബങ്ങളും നമ്മുടെ സമൂഹവും രക്ഷപ്പെടൂ എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. മുജിബ് മല്ലിയിൽ, സിജു മാത്യു, ഷെരീഫ് പച്ചീരി എന്നിവർ പ്രസംഗിച്ചു. പഠിതാക്കൾക്കുള്ള സർട്ടിഫിക്കറ്റും മെഡലുകളും ചടങ്ങിൽ വിതരണം ചെയ്തു. വീണ്ടും ഇടവേള. വീണ്ടും വാർത്തകളിലേക്ക്.
പരിശ്രമം കൊണ്ട് സാധ്യമാകാത്തതൊന്നുമില്ലെന്ന് തെളിയിക്കുകയാണ് തച്ചമ്പാറ ദേശബന്ധു ഹയർ സെക്കൻഡറി സ്കൂളിലെ ജിസ്മ മരിയ മാത്യു. ജന്മന ഒരു കൈയില്ലാത്ത ജിസ്മ സുബ്രതോ മുഖർജി ഫുട്ബോൾ ടൂർണമെന്റിൽ പൊതുവിഭാഗത്തിൽ കളിച്ചാണ് വൈകല്യത്തെ തോൽപ്പിച്ച് വിജയപദങ്ങൾ കയറുന്നത്. തച്ചമ്പാറ സ്കൂളിലെ 9ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് ജിസ്മ. അലനല്ലൂരിൽ സംഘടിപ്പിച്ച അണ്ടർ-17 സുബ്രതോ കപ്പിൽ ദേശബന്ധു സ്കൂളിനായി പൊതുവിഭാഗത്തിലാണ് ജിസ്മ മത്സരിച്ചത്. ഭിന്നശേഷിക്കാരായ വിദ്യാർത്ഥികൾ പൊതുവിദ്യാർത്ഥികളോടൊപ്പം കായിക പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കുന്നതിനായി ഇൻക്ലൂസീവ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ എന്ന ആശയം യാഥാർത്ഥ്യമാക്കിയാണ് ജിസ്മ വേറിട്ട പ്രകടനം കാഴ്ചവെച്ചത്. ജിസ്മയുടെ നേട്ടം മന്ത്രി MB രാജേഷ് തന്റെ ഫേസ്ബുക്കിൽ പങ്കുവച്ചതോടെ ജിസ്മ വൈറലായി. അധ്യാപകരുടെയും കോച്ചിന്റെയും പിന്തുണയാണ് തന്റെ ധൈര്യമെന്ന് ജിസ്മ പറഞ്ഞു. കളിക്കാൻ കഴിഞ്ഞാൽ എനിക്ക് ഏറ്റവും നല്ല സന്തോഷം തോന്നുന്നു. ഇതേപോലെ ഇനിയും ഒരുപാട് നന്നായി കളിക്കണം. അതൊക്കെയാണ് എൻ്റെ ഡ്രീമും. നല്ല സപ്പോർട്ടായിരുന്നു. എനിക്ക് സാറാണ് എന്നെ ഇതിലേക്ക് ഏറ്റവും നന്നായിട്ട് ഇങ്ങോട്ട് ഇറക്കാൻ വേണ്ടി എല്ലാ കാര്യങ്ങളും എനിക്ക് പറഞ്ഞു തരികയും അതേപോലെ ചെയ്യണം. പിന്നെ കോച്ചും അതേപോലെ തന്നെ പറഞ്ഞ് 2 പേരും കൂടി എന്നെ സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് ഇപ്പോൾ ഞാനിങ്ങനെ ഇവിടെ നിൽക്കുന്നത് തന്നെ. അതായത് കുറവുള്ളവരൊന്നും ഒഴിഞ്ഞു മാറണ്ടേ, എല്ലാവരും ഈ ലോകത്ത് ഒരേപോലെയാണ്. സ്കൂളിനായി ബൂട്ടണിഞ്ഞപ്പോൾ കായിക മുന്നേറ്റത്തിൽ ചരിത്രം സൃഷ്ടിക്കുകയാണ് ജിസ്മ എന്ന് കായികാധ്യാപകൻ അർജുൻ പറഞ്ഞു. ടൂർണമെന്റിൽ തച്ചമ്പാറ സ്കൂൾ ടീമിന് വേണ്ടി ജിസ്മ ബൂട്ടണിഞ്ഞപ്പോൾ കേരളത്തിലെ മാത്രമല്ല കായിക മേഖലയിൽ തന്നെ ഒരു ചരിത്രം, വിപ്ലവകരമായ ഒരു മുന്നേറ്റം കൂടിയായിരുന്നു അത്. സാധാരണ കുട്ടികൾക്കൊപ്പം ഭിന്നശേഷിക്കാരായ കുട്ടികളെ കളിപ്പിക്കാനുള്ള ഒരു പ്രമേയം, ആശയമാണ് ഇൻക്ലൂസീവ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ. അത് നാളിതുവരെ അതിന് ഒരു പ്രായോഗിക തലത്തിൽ എത്ര കണ്ട് ആരും പ്രാക്ടിക്കലായിട്ട് ചെയ്ത് കണ്ടിട്ടില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഞാൻ അതിനെപ്പറ്റി കൂടുതൽ ഇതുവരെ ആരും ചെയ്തതായിട്ട് എനിക്കറിവില്ല. പിന്നെ ജിസ്മ മരിയ മാത്യു എന്ന അത്രയും സ്മാർട്ടായൊരു പെൺകുട്ടി ഫുട്ബോൾ ടീം സെലക്ഷനായി ബൂട്ടണിഞ്ഞ് മുന്നിൽ വരുമ്പോൾ എങ്ങനെയെങ്കിലും ഈ കുട്ടിയെ കളിപ്പിക്കണം എന്നത് മാത്രമായിരുന്നു എൻ്റെ സോൾ ഇൻറ്റൻഷൻ. ഒരു വല്ലാത്തൊരു പ്രൈഡ് മൂമെൻറ്റ് എൻ്റെ അധ്യാപന ജീവിതത്തിൽ തന്നെ വലിയൊരു അഭിമാനകരമായ നേട്ടമായിട്ട് ഞാൻ കണക്കാക്കുന്നു. ജിസ്മ അത്രയും മിടുക്കിയായ കുട്ടിയാണ്. ജിസ്മ ഫുട്ബോൾ മാത്രമല്ല, നല്ലൊരു അത്ലറ്റാണ്, നല്ലൊരു ബാഡ്മിൻ്റൺ പ്ലെയറാണ്, ഫുട്ബോൾ ടീമിൽ കളിക്കുന്ന ഒരാളാണ്, ബാസ്കറ്റ് കളിക്കുന്ന ഒരാളാണ്. ജിസ്മയെ ആഡ് ചെയ്യുന്നതിലൂടെ നമ്മൾ കൊടുക്കുന്ന ഒരു സന്ദേശം എന്തെന്ന് വെച്ചാൽ ഇവരെല്ലാവരും മാറ്റി നിർത്തപ്പെടേണ്ടവരല്ല, മറിച്ച് ചേർത്ത് നിർത്തപ്പെടേണ്ടവരാണ് എന്നൊരു സന്ദേശമാണ് ഇൻക്ലൂസീവ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ എന്ന ഈ ആശയത്തിലൂടെ സാധ്യമാവുന്നത്. ഫുട്ബോളിനെ കൂടാതെ അത്ലറ്റിക്സിലും ബാസ്കറ്റ് ബോൾ, ബാഡ്മിൻ്റൺ എന്നിവയിലും മികച്ച പ്രകടനമാണ് ഒറ്റക്കൈയുമായി ജിസ്മ കാഴ്ചവെക്കുന്നത്. കരിമ്പ പനിയമ്പാടം മാത്യു സക്രിയുടെയും ലിമ മാത്യുവിൻ്റെയും മകളാണ് ജിസ്മ. മണ്ണാർക്കാട് നഗരസഭയിലെ 21, 22 നായാടിക്കുന്ന്, നാരങ്ങപ്പറ്റ വാർഡുകളിൽ ക്ഷേമ പെൻഷൻകാരുടെ സൗജന്യ മസ്റ്ററിംഗ് സംഘടിപ്പിച്ചു. കൗൺസിലർമാരായ K മൻസൂർ, P റജീന എന്നിവരാണ് തങ്ങളുടെ ഓണറേറിയം ഉപയോഗിച്ച് മസ്റ്ററിംഗ് ക്യാമ്പ് സംഘടിപ്പിച്ചത്. അക്ഷയ കേന്ദ്രങ്ങൾ വഴിയാണ് മസ്റ്ററിംഗ് നടത്താറുള്ളത്. എന്നാൽ തങ്ങളുടെ വാർഡുകളിലെ പ്രായമായവരുടെ പ്രയാസങ്ങൾ ഒഴിവാക്കാനാണ് വാർഡ് പരിധിയിൽ തന്നെ ക്യാമ്പ് സംഘടിപ്പിച്ചത്. തികച്ചും സൗജന്യമായാണ് സേവനമൊരുക്കിയിട്ടുള്ളത് എന്നും 1 മാസത്തെ തങ്ങളുടെ ഓണറേറിയം ഉപയോഗിച്ചാണ് ക്യാമ്പ് ഒരുക്കിയതെന്നും കൗൺസിലർ K മൻസൂർ പറഞ്ഞു. ഈ പെൻഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് എല്ലാ വർഷവും സർക്കാരിൻ്റെ നിർദ്ദേശപ്രകാരം മസ്റ്ററിംഗ് നടത്തണമെന്നാണ് തീരുമാനിച്ചിട്ടുള്ളത്. ആ മസ്റ്ററിംഗ് എല്ലാ വർഷവും ഇവിടെ 21, 22 വാർഡുകളിലെ ജനങ്ങൾക്ക് പ്രയാസമില്ലാതെ എല്ലാ വർഷവും നടത്താറുണ്ട്. നമ്മളിവിടെ ക്യാമ്പ് നടത്തുന്നത് തീർത്തും സൗജന്യമായിട്ടാണ്. സൗജന്യമെന്ന് പറയുന്നത് എൻ്റെയും എൻ്റെ സഹപ്രവർത്തിക റജീന കൗൺസിലറുടെയും 1 മാസത്തെ ഓണററിയം ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മളിത് സൗജന്യമായി ചെയ്തു കൊടുക്കുന്നത്. ഈ ക്യാമ്പ് നടക്കാനുള്ള സാഹചര്യം എന്ന് പറയുന്നത് എൻ്റെ പ്രിയപ്പെട്ട പ്രായം കൂടിയ സഹോദരന്മാരുൾപ്പെടെയുള്ള ആളുകൾ അക്ഷയയിൽ ചെന്ന് ക്യൂ നിൽക്കുന്ന ഒരു സാഹചര്യം നിലവിലുണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. കാരണം എല്ലാ ഭാഗത്തുനിന്നും ആളുകൾ അക്ഷയ കേന്ദ്രങ്ങളിലേക്ക് എത്തുകയാണ്. അതിൻ്റെ ഭാഗമായിക്കൊണ്ടാണ് ഞങ്ങൾ ഈ മദ്രസയിൽ എൻ്റെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയിട്ടുള്ള ഈ ക്യാമ്പ് നടത്തുന്നത്. ഒരുപക്ഷെ കേരളത്തിൽ തന്നെ അല്ലെങ്കിൽ മണ്ണാർക്കാട് നഗരസഭയിൽ ഇത് ആദ്യമായിട്ടാണ് ഈ ഒരു സൗജന്യ ക്യാമ്പ് നടത്തുന്നത്. 100 കണക്കിന് ക്ഷേമ പെൻഷനേഴ്സാണ് ക്യാമ്പിലെത്തിയത്.
ചെർപ്പളശ്ശേരി കാറൽമണ്ണ CCST കോളേജിൽ ഗ്രാജുവേഷൻ സെറിമണി സംഘടിപ്പിച്ചു. 2021-24 ബാച്ചിൽ നിന്നും പഠനം പൂർത്തീകരിച്ച വിദ്യാർത്ഥികളെയാണ് അനുമോദിച്ചത്. വെള്ളിയാഴ്ച രാവിലെ കോളേജിൽ വെച്ച് നടന്ന പരിപാടി പട്ടാമ്പി SNGS കോളേജ് അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ ബിന്ദു മേനോൻ ഉദ്ഘാടനം ചെയ്തു. ഒരു കോൺവെക്കേഷൻ സെറിമണി എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാവരും പറഞ്ഞ പോലെ തന്നെ ഒരു പ്രൗഡ് മൊമെന്റ് ആണ്, ഒരു ടേണിംഗ് പോയിന്റ് ആണ് ജീവിതത്തിലെ. ഒരു പുതിയ അധ്യായം തുറക്കുകയാണ് ജീവിതത്തിൽ. ഇനി ഇതിൽ പലരും പുതിയ ഹയർ സ്റ്റഡീസിന് പോകുന്നവരുണ്ടാവാം, ജോലി തേടി പോകുന്നവരുണ്ടാവാം, അതല്ലെങ്കിൽ ജീവിതത്തിൻ്റെ ശരിക്കും ഒരു കുടുംബ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നവരുണ്ടാവാം. എല്ലാവരെ സംബന്ധിച്ചും പുതിയൊരു ടേണിംഗ് പോയിന്റ് ആണ് ജീവിതം. ഒരു പുതിയ ഒരു പാതയിലേക്ക് നിങ്ങൾ നീങ്ങുകയാണ്. ഇതുവരെ ഉണ്ടായിരുന്ന നിങ്ങളുടെ ജീവിതം വളരെ സൗന്ദര്യമുള്ളതായിരുന്നു, പ്രശ്നങ്ങൾ കുറവായിരുന്നു. ഇനി അങ്ങോട്ട് ജീവിതത്തിന്റെ യാഥാർത്ഥ്യങ്ങൾ നിങ്ങൾ നേരിടാൻ പോവുകയാണ്. കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ NK ബാബു ചടങ്ങിന് അധ്യക്ഷത വഹിച്ചു. പ്രോഗ്രാം കോർഡിനേറ്റർ വിനീത P, ECTC ഡയറക്ടർ രാമകൃഷ്ണൻ C, അധ്യാപകരായ മിനു CG, ഹിത PH, വിദ്യ, സബീന CR, ശ്രുതി T, ഭവ്യ, വാസു, രോഹിണി കൃഷ്ണൻ തുടങ്ങിയവർ പങ്കെടുത്തു സംസാരിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പെരിന്തൽമണ്ണ KSRTC ഡിപ്പോയിൽ വൻ വികസനത്തിന് വഴിയൊരുങ്ങുന്നു. സ്വകാര്യ പങ്കാളിത്തത്തോടെ ബഹുമുഖ പദ്ധതികൾ നടപ്പാക്കും. തീരുമാനം നജീബ് കാന്തപുരം MLA ആവശ്യപ്പെട്ടതിനെ തുടർന്ന് മന്ത്രി KB ഗണേഷ് കുമാർ വിളിച്ച ഉന്നതതല യോഗത്തിൽ. സംസ്ഥാനത്ത് റേഷൻ വ്യാപാരികൾ സമരത്തിലേക്ക്. വേതന വർധനവ് ഉൾപ്പെടെ ആവശ്യപ്പെട്ട് ജൂലൈ 8, 9 തീയതികളിൽ കടകളടച്ച് രാപ്പകൽ സമരം നടത്തും. ഓൾ കേരള റീറ്റെയിൽ റേഷൻ ഡീലേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിലാണ് സമരം. അങ്ങാടിപ്പുറത്തെ ഗതാഗതക്കുരുക്ക്. പ്രതിഷേധം ശക്തമാകുന്നു. പ്രശ്നപരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് വ്യാപാരികൾ വായ്മൂടിക്കെട്ടി നിൽപ്പ് സമരം നടത്തി. പെരിന്തൽമണ്ണ ജൂബിലി ബൈപ്പാസ് റോഡിലും യാത്ര ദുരിതപൂർണം. മലപ്പുറം മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റും ജില്ലാ പഞ്ചായത്ത് അംഗവുമായ AP ഉണ്ണികൃഷ്ണൻ അന്തരിച്ചു. ദളിത് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറിയായിരുന്നു AP ഉണ്ണികൃഷ്ണൻ. നഷ്ടമായത് മികച്ച സംഘാടകനെയും പ്രാസംഗികനെയും. വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.